എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് ഞാൻ നിർത്തിയത്. അക്രൈസ്തവരായവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവത്തെ ആരാധിക്കുന്ന ഒരാൾക്ക് മനസ്സ് കേന്ദ്രീകരിക്കാൻ വിഗ്രഹത്തിലോ ഫോട്ടോയിലോ എന്തിലെങ്കിലും ഒന്ന് നോക്കണ്ടേ? നിങ്ങൾ പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെ ദൈവത്തെ ആരാധിക്കും? ബൈബിൾ വളരെ കൃത്യമായി പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ കണ്ടിട്ടില്ലാത്ത ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരാളിൻ്റെ രൂപം എങ്ങനെ ഉണ്ടാക്കും? ഒരു സാദൃശ്യത്തിലുള്ള ഫോട്ടോ എങ്ങനെ വരയ്ക്കും? ഇത് സാധ്യമല്ല. അത് ഒരു ലോജിക്കായ കാര്യവുമല്ല. ഈ വസ്തുതകൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ബൈബിളിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നു. നമുക്കൊരു വചനം വായിക്കാം. പുറപ്പാട് പുസ്തകം 20:2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ദൈവം ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെ പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തേതും 4-ാമത്തേതും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ഇവിടെ ദൈവം വളരെ കൃത്യമായും സ്പഷ്ടമായും പറഞ്ഞിരിക്കുന്നു, ആകാശത്തിലെയോ ഭൂമിയിലെയോ വെള്ളത്തിലെയോ യാതൊന്നിൻ്റെയും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ചരാചരങ്ങളുടെയും എന്ന് മാത്രമല്ല ചലിക്കുന്നതും ചലിക്കാത്തതുമായ യാതൊന്നിൻ്റെ പ്രതിമയോ വിഗ്രഹമോ ഉണ്ടാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അതിനെ വണങ്ങുകയോ സേവിക്കുകയോ ചെയ്യരുത്. അഥവാ ദൈവത്തിൻ്റെ വചനം നിരസിച്ചിട്ട്, വചനം തള്ളിക്കളഞ്ഞിട്ട്, വചനത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ആരെങ്കിലും പ്രതിമ ഉണ്ടാക്കുകയോ അതിനെ വണങ്ങുകയോ സേവിക്കുകയോ ചെയ്താൽ അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമല്ല അവരുടെ 4-ാം തലമുറ വരെ ദൈവത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ദൈവം പറയുന്നു ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്. പിന്നെ ഇതും പറയുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുതെന്ന്. അതേ ദൈവം ഇതും പറയുന്നു ദൈവത്തിൻ്റെ സ്വന്തം കൈയാൽ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ ആരാധിക്കണമെന്ന്. നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതിനൊരു ലോജിക്കില്ലല്ലോ എന്ന്. ശരിയാണ്. ദൈവം പറയുന്ന കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നിനെയും നോക്കി ആരാധിക്കരുത്. നിങ്ങൾ പറയുമായിരിക്കും, പിന്നെങ്ങനെ നാം ദൈവത്തെ ആരാധിക്കും? ഇതൊരു വലിയ ചോദ്യമാണ്. ഇവിടെയാണ് വിശ്വാസം എന്നതിൻ്റെ പ്രസക്തിയുള്ളത്. നമ്മുടെ സനാതനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ സർവശക്തനായ ഏക ദൈവത്തെ ആരാധിക്കേണ്ടത് വിശ്വാസത്താലാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു ചോദ്യം ഉന്നയിച്ചേക്കാം, കാണാത്ത ഒരു ദൈവത്തെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? കാരണം നിങ്ങളുടെ ബൈബിൾ തന്നെ പറയുന്നു ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ഒരു നാളും കണ്ടിട്ടില്ല എന്ന്. അതിനുള്ള ഉത്തരം നാം ആദ്യം വിശ്വാസം എന്നതിൻ്റെ ഡെഫിനേഷൻ, നിർവചനം എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ഈ വചനം ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒരു ദൈവം, ആ ദൈവത്തെ നാം ഒരു നാളും കണ്ടിട്ടില്ല. ആ ദൈവവുമായി നാം സമ്പർക്കത്തിൽ വന്നിട്ടുമില്ല. ആ ദൈവത്തിൽ നാം പ്രത്യാശ അർപ്പിച്ച് ഈ ആശയിൽ ഇരിക്കുന്നു. നാം നമ്മുടെ നിരാശയിൽ, ദുഃഖത്തിൽ, സങ്കടത്തിൽ, ബുദ്ധിമുട്ടിൽ, പരീക്ഷയിൽ നാം വിളിക്കുമ്പോൾ അതിന് ദൈവം മറുപടി തരുമെന്ന്. അതാണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം.
അടുത്ത ഒരു വചനത്തിൽ ഇത് ഒന്നുകൂടി വ്യക്തമാകും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതാകുന്നു. വചനത്തിൽ കേട്ടതുപോലെ, അതായത് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരാൾ ആദ്യം ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. അങ്ങനെ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ആ ദൈവം നിങ്ങളുടെ അപേക്ഷകൾ കേൾക്കുന്നവനാണെന്നും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനാണെന്നും വിശ്വസിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കാൻ, നിങ്ങൾക്ക് നോക്കി പ്രാർത്ഥിക്കാൻ ഒരു പ്രതിമയുടെയോ വിഗ്രഹത്തിൻ്റെയോ ഫോട്ടോയുടെയോ ആവശ്യമില്ല. ഈ കാര്യം കൊണ്ടാണ് ഞങ്ങൾ ബൈബിൾ പ്രസ്താവിക്കുന്ന ആ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ആ ദൈവം സനാതനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്. ആ ദൈവം എന്നെയും നിങ്ങളെയും നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്നതും നഗ്നനേത്രങ്ങളാൽ കാണാനൊക്കാത്തതുമായ ഈ അനന്തവിഹായസിലുള്ള സർവവും സൃഷ്ടിച്ചവനാണ്. നാം ഇന്ന് ലോകത്തിൽ കാണുന്ന പോലെ ഈ ദൈവത്തിന് ബ്രാഞ്ചുകളില്ല, ഡിപ്പാർട്ട്മെൻറ്റുകളില്ല. ജനിപ്പിക്കാൻ ഒരാൾ, ജീവൻ തരാൻ ഒരാൾ, ജീവൻ നിലനിർത്താൻ ഒരാൾ, ജീവൻ എടുക്കാൻ ഒരാൾ, പ്രകൃതിയുടെ നിയന്ത്രണത്തിന് ഓരോരുത്തൻ സമ്പത്ത് തരാൻ ഒരാൾ, ഐശ്വര്യം നീക്കാൻ ഒരാൾ. അങ്ങനെയൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന ആ ദൈവത്തിന് വേർതിരിവില്ല. എല്ലാത്തിൻ്റെയും കൺട്രോൾ ഏക ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ആ ദൈവം സൃഷ്ടികർത്താവായതുകൊണ്ട്, നമ്മൾ ആ ദൈവത്തിൻ്റെ സൃഷ്ടി ആയതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനാണ് ആ ദൈവം. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: നാം പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഹല്ലേലൂയ. ഒരു കാര്യം ശ്രദ്ധിക്കുക: ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പ്രതിമയോ വിഗ്രഹത്തെയോ കൊത്തി ഉണ്ടാക്കിയ ഏതെങ്കിലും വസ്തുവിനെയോ ആൾ ദൈവങ്ങളെയോ അല്ല, മറിച്ച് ഏക ദൈവത്തെ, ഇന്നും ജീവിക്കുന്ന ദൈവത്തെ സേവിക്കുക, ആരാധിക്കുക. ഒരു ഉദാഹരണം ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 44-ാം അധ്യായത്തിൽ നിന്ന് നിങ്ങൾക്കും വായിക്കാവുന്നതാണ്. ഞാൻ അതിവിടെ പറഞ്ഞു പോകാം, മുഴുവൻ വായിക്കാൻ സമയം അധികം എടുക്കും. അതുകൊണ്ട് ഒരു കൃഷിക്കാരൻ ഒരു മരം നട്ടു, അതിന് ചുറ്റും തടമെടുത്തു, അതിന് വെള്ളമൊഴിച്ചു, വളമിട്ടു, അതിനെ നല്ല രീതിയിൽ നോക്കി വളർത്തുന്നു. മരം നന്നായി വളരാൻ തുടങ്ങി. ആ മരം ഒരു വൃക്ഷമായി മാറി. ആ വൃക്ഷം കായ്ക്കാൻ തുടങ്ങി. നല്ല ഫലങ്ങൾ അതിൽ നിന്ന് പുറപ്പെട്ടു. അത് പക്ഷികൾക്കും ആഹാരമായി മാറി, മനുഷ്യർക്കും ആഹാരമായി മാറി. അനേക പക്ഷികൾ ആ മരത്തിൽ കൂടുവെച്ചു, ആ മരത്തിൽ അഭയം പ്രാപിച്ചു. അനേക വന്യമൃഗങ്ങൾ ആ മരത്തിൻ്റെ തണലിൽ വിശ്രമിച്ചു. അങ്ങനെ ആ കൃഷിക്കാരൻ്റെ പ്രയത്നം മറ്റനേകം ജീവികൾക്കും ഈ കൃഷിക്കാരനും എല്ലാം ഉപകാരപ്പെട്ടു. കുറച്ച് നാൾ കഴിഞ്ഞ് ആ മരം വെട്ടി. അതിൻ്റെ ഒരു ഭാഗം വിറകായി വെട്ടിക്കീറി അതുകൊണ്ട് ആഹാരം പാകം ചെയ്ത്, മത്സ്യമാംസാദികൾ പാകം ചെയ്ത് കഴിച്ചു. ആ കൃഷിക്കാരൻ തൃപ്തനായി. പിന്നങ്ങോട്ട് കാലാവസ്ഥ മാറി, തണുപ്പ് സമയം വന്നു. ആ വെട്ടിയ മരത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് തീയിട്ട് തീ കാഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുളിര് മാറി. സന്തോഷിച്ച് ആടാനും പാടാനും തുടങ്ങി. അവസാനം ആ മരത്തിൻ്റെ ഒരു മുട്ടിയെടുത്ത് ഒരു രൂപം കൊത്തി ഉണ്ടാക്കി. ആ വിഗ്രഹത്തിന് കണ്ണുണ്ട്, എന്നാൽ കാണാൻ സാധ്യമല്ല. കാതുണ്ട്, എന്നാൽ കേൾവിയില്ല. വായുണ്ട്, എന്നാൽ സംസാരിക്കാൻ ശേഷിയില്ല. കൈയുണ്ട്, എന്നാൽ സ്പർശിക്കാൻ സാധ്യമല്ല. കാലുണ്ട്, എന്നാൽ നടക്കാൻ കഴിയില്ല. ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ആ കൃഷിക്കാരൻ ആ വിഗ്രഹത്തോട് പറയുകയാണ്,
നീ എൻ്റെ ദൈവമാണ്, നീ എന്നെ രക്ഷിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായി കാണും, എല്ലാ കാര്യങ്ങളും ചെയ്തത് ഈ മനുഷ്യൻ തന്നെയാണ്. ആ ജീവനില്ലാത്ത മരത്തിൻ്റെ ഒരു മുട്ടുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, നീ എൻ്റെ ദൈവമാണ്, നീ എന്നെ രക്ഷിക്കണം. ഹല്ലേലൂയ. മനുഷ്യൻ്റെ മ്ലേച്ഛതയ്ക്ക് ഒരതിരുമില്ല. അവൻ സൃഷ്ടാവിനെ മറന്നിട്ട് സ്വന്തം സൃഷ്ടിയെ ആരാധിക്കുന്നവനായി മാറി. മുകളിൽ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ പൊരുൾ നോക്കുക. നിങ്ങൾ മരം നട്ടു, നിങ്ങൾ വെള്ളമൊഴിച്ചു, നിങ്ങൾ വളമിട്ടു, അതിൻ്റെ ഒരു കഷ്ണം ആഹാരം പാകം ചെയ്യാനെടുത്തു, ഒരു ഭാഗം തീ കായാനെടുത്തു, ഒരു ഭാഗം എടുത്ത് വിഗ്രഹമുണ്ടാക്കി. ഇതെല്ലാം ചെയ്തത് നിങ്ങൾ തന്നെ. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശവും നിങ്ങൾക്ക് തന്നെയാണ്. അതിന്മേലുള്ള സർവാധികാരവും നിങ്ങൾക്കാണ്. പിന്നെ എങ്ങനെ ആ മരമുട്ടി നിങ്ങളെ രക്ഷിക്കും? ഇതിലുള്ള ലോജിക്ക് എന്താണെന്ന് നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുക. നാം ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ഒരു ന്യായീകരണം വേണമല്ലോ. നമ്മുടെ നാല് ചുറ്റും കാണുന്ന ശില്പങ്ങൾ, പ്രതിമകൾ, വിഗ്രഹങ്ങൾ, ഫോട്ടോകൾ, ഇതൊക്കെയും മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നും മനുഷ്യൻ്റെ ഭാവനയിൽ നിന്നും ഉദിച്ച സൃഷ്ടികളാണ്. അത് ദൈവങ്ങളല്ല. അതിന് ശക്തിയില്ല, അത് അനങ്ങില്ല, അതുകൊണ്ട് തന്നെ അത് ആരാധനയ്ക്ക് യോഗ്യവുമല്ല. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും പാട്നയിൽ ഒരു റോഡിലൂടെ നടക്കുകയായിരുന്നു. പാട്നയിൽ റോഡ് സൈഡിലും റോഡിൻ്റെ നടുവിലും എല്ലാം അമ്പലങ്ങൾ കാണാം. ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ റോഡ് സൈഡിൽ പുതിയതായ ഒരു ചെറിയ ആൽമരവും അതിൻ്റെ സൈഡിലായി ഒരു വിഗ്രഹവും കണ്ടു. സ്നേഹിതൻ എന്നോട് പറഞ്ഞു, വാ പോയി നോക്കാം. ഞാൻ പറഞ്ഞു, നീ പോയി നോക്കിയിട്ട് വരിക, ഞാനിവിടെ നിൽക്കാം. കൂട്ടുകാരൻ പോയി ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വണങ്ങിയ ശേഷം തിരികെ വന്ന് എന്നോട് ചോദിച്ചു, നീ എന്തേ വരാഞ്ഞത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ വിഗ്രഹാരാധന ചെയ്യുന്നവരല്ല. ഒരു കാര്യം എന്നെ സംബന്ധിച്ചുള്ളത് പറയുന്നു. ഞാൻ അവനോട് പറഞ്ഞു, ഞാനൊരു കലാകാരനായിരുന്നു. ഞാനും പല രൂപങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഒരു വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഫോട്ടോയ്ക്ക് ഒരു ശക്തിയുമില്ല എന്ന്. ഞാൻ പറയട്ടെ, ഞാൻ വരച്ച പടത്തിന് മുമ്പിൽ ഇന്നും 1-2 ആ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നുണ്ട്. എന്നാൽ വലിയവനായ ദൈവം തക്ക സമയത്ത് എന്നെ വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ വേലയ്ക്കായിട്ട് നിയോഗിച്ചിരിക്കാൻ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.